നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഒരു സിനിമ പരാജയപ്പെട്ട് കഴിയുമ്പോൾ, പണ്ടത്തെ കൂട്ടല്ല, പരാജയപ്പെട്ട് കഴിയുമ്പോൾ ആ പിന്നണിയിൽ പ്രവർത്തിച്ച സിനിമ നിർമ്മിക്കുന്നതും ആ സംവിധാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ആ പിന്നണി പ്രവർത്തിച്ചവർ അതങ്ങ് ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ വീണ്ടും വീണ്ടും വിവാദമാക്കുകയും നിങ്ങൾ സിനിമ കണ്ടേ തീരത്തുള്ളൂ, തിയേറ്ററിൽ വന്നേ നിങ്ങൾ സിനിമ കണ്ടിട്ടേ ഞങ്ങൾ വിടത്തുള്ളൂ എന്നുള്ള രീതിയിലും ഫാൻസുകാരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന മോശമായ പ്രവണതയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാള സിനിമയിൽ ഇതൊരിക്കലും ശരിയായ കാര്യമല്ല. കാരണം ഇന്നലെ LJP ഒരു പ്രസ് മീറ്റ് കൂട്ടി, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി. LJP ആണ് നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു എന്നൊക്കെ, എല്ലാ പ്ലാനുകളും ഇമ്പ്രസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ലാത്ത ആൾ പോലും വന്നു. ഇന്ന് ഇതിൻ്റെ നിർമ്മാതാവ് കൂടായ, അതായത് മലൈക്കോട്ടെ വാലിബൻ്റെ നിർമ്മാതാവ് കൂടിയായ ഷിബു ബേബി ജോൺ വന്നിട്ട് സംസാരിച്ച രീതികൾ വളരെ, എനിക്ക് ഇപ്പം ഈ പടം റിലീസായി 2-ാം ദിവസം സംസാരിക്കേണ്ട രീതികളെ അല്ല, എന്നാലും സംസാരിക്കേണ്ട രീതിയല്ല. കാരണം അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് മോഹൻലാലിൻ്റെ ആരാധകരെ മാത്രമല്ല, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയാണ് അദ്ദേഹം മോശമായി പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹം ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച്. ഈ സിനിമ റിലീസായി 2-ാമത്തെ ദിവസമാണ്. ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. ഒരു നല്ല ചിത്രമാണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, പ്രേക്ഷകൻ താനേ വന്ന് തിയേറ്ററിൽ വന്ന് കാണുമല്ലോ. അന്നേരം അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. െല്ലാം ആ പടത്തെ, അതിന്റെ ആ എക്സ്പെരിമെന്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. അത് നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും, ഏറ്റവും ഒടുവിൽ കാതലാണെങ്കിലും, പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മൂക്ക എടുക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ നിർഭാഗ്യവശാൽ ലാലിന്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാൽ എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ, ഒരു കഥാപാത്രത്തെ അല്ല, ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു 6-ാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാല് എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക്. രണ്ട് കാര്യങ്ങൾ ഇവിടെ സത്യം തുറന്നു പറഞ്ഞു. ഒന്ന്, ഇദ്ദേഹം പറയുന്നത് എന്താണ്, മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ കാതലോ പുഴുവോ നൻപകൽ നേരത്ത് പോലുള്ള റോഷാക്കോ പോലുള്ള എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചെയ്യുമ്പം അതിനെ മമ്മൂട്ടി ഫാൻസുകാർക്ക് അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു, അത് സക്സസ് ആകുന്നു. ആ ഒരു ഇത് മോഹൻലാലിൻ്റെ ആരാധകർ കൊടുക്കുന്നില്ല. അവർ ലൂസിഫറും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേവാസുരവോ അങ്ങനെയുള്ള സിനിമകൾ, 6-ാം തമ്പുരാനുള്ള സിനിമകൾ പോലെ പ്രതീക്ഷിച്ച് വന്നിട്ട് മലൈക്കോട്ടെ വാലിബനെ അറിഞ്ഞുകൊണ്ട് പരാജയപ്പെടുത്തും എന്നുള്ള രീതിയാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത്. അതിന് പരാജയം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവിടെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മമ്മൂട്ടിയുടെ സിനിമകളിനകത്ത്, ഈ ഒരു പറഞ്ഞ ഒരു സിനിമകളിലും ഈ വന്നിരുന്ന് ഒറ്റൊരാളും സംവിധായകനോ അതിൻ്റെ ടെക്നീഷ്യൻസോ വന്ന് തള്ളി മറിച്ചില്ല. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അവർ ചെയ്ത തെറ്റല്ല അവരങ്ങ് മൂടി വെക്കുകയാണ്. രണ്ടാമത്, ഇദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിനെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന ഫാൻസുകാർ മാത്രമല്ലല്ലോ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത്. മോഹൻലാലിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം മോഹൻലാൽ ഫാൻസുകാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരെയും കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഉന്നം വെച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉള്ളൊരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹം തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഇരട്ടത്താപ്പ് ശരിയാണോ? അല്ല. ഇത് തീർച്ചയായിട്ടും മോഹൻലാലിൽ നിന്ന് കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ മലയാളി കാണാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം പ്രയോജനപ്പെടുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ്. അതായത് മോഹൻലാലിനെ എങ്ങനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, നല്ലൊരു ടാഗിലേയും കളഞ്ഞു, മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് മോഹൻലാലിനെ എങ്ങനെ സ്ക്രീനിൽ പ്രേക്ഷകൻ കാണാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം ഈ സിനിമയിലുണ്ട്. ഈ ഹൈപ്പ് കയറ്റിയ മനുഷ്യൻ തന്നെയാണ് ഇന്ന് മോഹൻലാൽ ഫാൻസുകാരെയും ലാൽ ഫാൻസുകാരെയും അതുപോലെ തന്നെ സാധാരണ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കുറ്റം പറയുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും ഇല്ല. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അത് അതിൻ്റെ വിധിയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് മോശമാണെങ്കിൽ അതിനകത്ത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അതിനെ ചൊറിഞ്ഞ് ചെയ്താലൊന്നും ആ സിനിമ പിന്നെ വിജയിക്കണമെന്നില്ല. പിന്നെ OTT പോയി കഴിഞ്ഞാൽ അത് പിന്നുള്ള കാര്യം.
അന്നേരം ഇത് ഒരു തെറ്റായ പ്രവണതയാണ്. സിനിമാക്കാർ എന്തൊക്കെയോ ആണ്. അന്നേരം ഈ സിനിമാക്കാർ മുടക്കിയ പൈസയ്ക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് പറഞ്ഞു, അതായത് ഓരോരുത്തരും മുടക്കുന്ന ഓരോ രൂപ, 150 രൂപയും 200 രൂപയും മുടക്കി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് നമ്മുടെ സമയവും നമ്മുടെ പൈസയും നമ്മളെ നഷ്ടപ്പെടുത്തുക. എന്നിട്ട് നമ്മളെ എന്തിനാണ് ഇവർ കുറ്റം പറയാൻ ആവശ്യമില്ല. നല്ല പടമാണെങ്കിൽ ഒന്ന് വന്ന് ഈ പ്രസ് മീറ്റ് നടത്തേണ്ട പോലും ആവശ്യമില്ല. സക്സസ് സെലിബ്രേഷൻ വേണമെങ്കിൽ നടത്താം. അതിന് പകരം വന്നിരുന്ന് പ്രേക്ഷകരെയും ഫാൻസുകാരെയും കുറ്റം പെടുത്തുന്ന പ്രവണത ഒട്ടും തന്നെ നല്ലതല്ല. ഇന്നലെ ഇതിനോട് ചേർത്ത് പറയും, ഇന്നലെ LJP പറഞ്ഞതും ഇത് തന്നെയാണ്. 6:30 നടത്തിയ ഫാൻ ഷോ അല്ലെങ്കിൽ 6:30 നടത്തിയ ഷോ കാരണമാണ് ഇങ്ങനെ ആയിപ്പോയത്. 6:30 ഷോ നടത്താൻ ആരാണ് തീരുമാനിച്ചത്? ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ നിർമ്മാതാക്കളും ബാക്കി ടെക്നീഷ്യൻസും എല്ലാവരും തീരുമാനിച്ചിട്ടെടുത്തത്. നിർമ്മാതാവും സംവിധാനം അറിയുന്നത് എന്തായാലും 6:30 ഷോ നടത്തത്തില്ലല്ലോ. അതെന്തിനു വേണ്ടിയായിരുന്നു? മാക്സിമം കളക്ഷൻ വാരയ്ക്ക് കൂട്ടാനാണ്. അത് അവരുടെ രീതിയാണ്. എല്ലാ സിനിമകൾക്കും മാക്സിമം കളക്ഷൻ, ഉയർന്ന ബഡ്ജറ്റിലുള്ള വൻ ബഡ്ജറ്റിലുള്ള സിനിമയാണെങ്കിൽ മാക്സിമം കളക്ഷൻ വാരി കൂട്ടണം. പക്ഷേ ഇതെല്ലാം അവർ ചെയ്യുകയും ചെയ്തു. അവർ തന്നെ 6:30 ഷോ കൊടുക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളവർ 6:30 5 മണിക്ക് എഴുന്നേറ്റ് 6 മണി റെഡിയായി 6:30 പോയി പടം കാണുന്നില്ല. 5 മണിക്കല്ലോ 5:30 ഒക്കെ ബസ്സും കയറി 2 വീലറിലും 4 വീലർ എങ്ങനെ ആയാലും പോയി പടം കാണുന്നവൻ കുറ്റക്കാരനായി. ഇതിപ്പം എന്തൊരു പരിതാപകരമാണ്. അന്നേരം ഇതൊന്നും മിണ്ടാതിരുന്നാൽ ഇത് പൊതുജനം പിന്നെയും സിനിമ കണ്ടേ. ഇതിപ്പം സംസാരിച്ച് ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പറയുന്ന മണ്ടത്തരങ്ങളും നമ്മൾ കേൾക്കണം താനും. ഇതിപ്പം പൈസ കൊടുത്ത് നമ്മൾ സിനിമ കണ്ട നമ്മളും മണ്ടന്മാരായി. അന്നേരം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അണിയറ പ്രവർത്തകർ ഇനി ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാം. വരുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഒരിക്കലും സിനിമയെ നശിപ്പിക്കുന്നത് പ്രേക്ഷകനല്ല. നല്ല സിനിമ എന്ന് കൊടുത്താലും അത് ഗംഭീരമാണ്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ലൂസിഫർ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ ഗംഭീരമായ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയാണല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ മാസും ക്ലാസ്സും എല്ലാം എടുത്ത സിനിമയാണ്. ആ സിനിമ രാവിലെ ഷോ കളിച്ചാണല്ലോ, അത് വിജയിച്ചല്ലോ. പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള അർഹത അവിടെ ഇല്ല. അന്നേരം ഇന്ന സിനിമയെ കാണാവുള്ളൂ എന്ന് പറയാൻ ഒരാൾക്കും ഇതില്ല. അത് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. ഏത് സിനിമ എനിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളത്, ഏത് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയണം എന്നുള്ളതെല്ലാം പ്രേക്ഷകൻ്റെ തീരുമാനമാണ്. നമ്മൾ കുറ്റം പറയാൻ അർഹരല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയി ടിക്കറ്റ് കൊടുത്ത് സിനിമ കാണിച്ചിട്ട് മിണ്ടാതിരിക്കാനെന്ന് പറയാം. അത് റൈറ്റ് അല്ലെങ്കിൽ റോങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും വരും. ബൈ.